നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലേഷ്യയിലെ മനോഹരമായ ഒരു ക്ഷേത്രമാണ്. തീൻ ഹൗ ടെമ്പിൾ എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. കോലാലംപൂർ സിറ്റീൻ്റെ നടുക്കായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കാണാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ക്ഷേത്രത്തിന് മുന്നിലായി തന്നെ ഒരു മീൻകുളം കാണാം. നല്ല കളർഫുള്ളായ മീനുകളാണ് അവിടെ ഉള്ളത്. എല്ലാം കോയിക്കാർപ്പും പല വെറൈറ്റി മീനുകളും ഇവിടെയുണ്ട്. അതിലായിട്ട് കുറേ കോയിനുകളും ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന കടൽ ദൈവമായ മാസു എന്ന് പറയുന്ന ചൈനീസ് ദൈവമാണ്. ഈ ക്ഷേത്രം ഈ ദൈവത്തിൻ്റെ ആരാധനാലയമാണ് കേട്ടോ. നല്ല ഭംഗിയിൽ അലങ്കരിച്ച ഫൗണ്ടെയിനും പോണ്ടുമാണ് ഇവിടെ ഉള്ളത്. വേറൊന്നുമല്ല, അതാണ്ടില്ലേ നക്ഷത്രാമൾ എല്ലാം ഉണ്ട്. കടൽ ജീവികളെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ കടലുമായി ബന്ധപ്പെട്ടവരെ സംരക്ഷിക്കുന്ന ദൈവമാണ് മാസു ദൈവം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അവർക്കായിട്ട് ആരാധിക്കുന്ന ഒരു ക്ഷേത്രം ഉണ്ടാക്കിയത്. ചൈനയിൽ മുക്കുവോ വിഭാഗത്തിൽപ്പെട്ട ഹൈനീസ് എന്ന് പറയുന്ന വിഭാഗത്തിലെ ആളുകളുടെ വിശ്വാസമൂർത്തിയാണ് ഈ ദൈവം. അതുകൊണ്ട് തന്നെ അവർക്കായിട്ട് പണിത ഈ ഒരു ക്ഷേത്രം അവർ തന്നെയാണ് പണിതത്. ഈ കാണുന്നതെല്ലാം പല വിദേശ രാജ്യങ്ങളിലെയും അതുപോലെ തന്നെ ഇവിടത്തെയും നാണയത്തൊട്ടുകളാണ്. ഇതൊന്നും ആരും എടുക്കില്ല കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃക പറയുന്ന ഒരു ചൈനീസ് രൂപകൽപ്പനയിൽ തന്നെയാണ്. ഇവിടെ പ്രധാനമായിട്ടും ബുദ്ധിസം, താവോയിസം, കൺഫ്യൂസിയേഴ്സം എന്നീ 3 വിഭാഗത്തിൽപ്പെടുന്ന ആരാധനാ ശൈലിയാണ് ഇവിടെ നടത്തി വരുന്നത്. തൂണുകൾക്കും ചുമരുകൾക്കും ചുവന്ന നിറമാണ്. മേൽക്കൂരിക്കാകട്ടെ ഗോൾഡൻ കളറോ മഞ്ഞ കളറോ ആയിരിക്കും ഉണ്ടാവുക. സൈഡിലായിട്ട് പച്ചയും മഞ്ഞയും പല കളറുകളിലുമായിട്ട് നല്ല രീതിക്ക് തന്നെ നിർമ്മിച്ചൊരു ക്ഷേത്രമാണിത്. 1989 ഈ ക്ഷേത്രം പണികഴിപ്പിച്ച് ആരാധനകൾ തുടങ്ങിയത്. കാലത്ത് 6:30 മുതൽ ഈ ക്ഷേത്രം തുറന്ന് പ്രവർത്തിക്കും. രാവിലെ നേരത്തെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഇതാണ് ആ ബോർഡ് വെച്ചിരിക്കുന്നുണ്ട്. ഹനാൻ കമ്മ്യൂണിറ്റി അസോസിയേഷൻ്റെ ബോർഡാണ് വെച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് എല്ലാവർക്കും പ്രവേശനം സൗജന്യമാണ്. ഞങ്ങൾ ടൂറിസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്കും സൗജന്യമാണ് കേട്ടോ. അധികം ആളുകളുടെ തിരക്കില്ലാതെ അതുപോലെ തന്നെ ശാന്തമായി ഇരിക്കുന്ന ഒരു സമയമാണെങ്കിൽ അത് കാലത്ത് തന്നെ പോകണം ഈ ക്ഷേത്രം കാണാൻ. വൈകിട്ടാണെങ്കിൽ അതും വേറൊരു ക്ലൈമറ്റ് തന്നെയാണ്. ഇവിടെ ഭയങ്കരമായിട്ട് ലൈറ്റുകളൊക്കെ ഇടാൻ വേണ്ടി തോരണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കയറിപ്പോകുന്ന വാതിലിലൂടെ കയറി ഓരോരോ ക്ഷേത്രങ്ങളിലെ ആരാധനാമൂർത്തികളെ കണ്ടുവരണം. അപ്പോൾ ഇവിടെയെല്ലാം വൈകുന്നേരങ്ങളിൽ നല്ല അലങ്കൃതമായിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ ലൈറ്റെല്ലാം വെച്ചിട്ട് അടിപൊളിയായിരിക്കും നൈറ്റ് വ്യൂ. അപ്പോൾ നൈറ്റ് വ്യൂ ഒക്കെ കാണാനാണെങ്കിൽ ഈ ക്ഷേത്രം വൈകിട്ട് വന്ന് കാണുന്നതായിരിക്കും നല്ലത്. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് തികച്ചും അൺപ്രഡിക്റ്റബിളാണ്. എന്നാലും ഏത് സമയമാണെങ്കിലും നമ്മുടെ നാട്ടിലേക്കാളും ക്ലൈമറ്റ് നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ. തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് തന്നെയാണ്. അപ്പോൾ ഏത് സമയം ഉച്ച നേരത്തോ കാലത്തോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിൽ വരാം. വൈകിട്ട് വന്നാൽ ഈ കാണുന്ന തോരണങ്ങളും മറ്റുള്ള ക്ഷേത്രത്തിലെ ലൈറ്റുകളെല്ലാം തെളിഞ്ഞു കാണും. അതൊരു പ്രത്യേക വൈബാണ് വൈകുന്നേരത്ത് കാണാൻ. അതുപോലെ തന്നെ സിറ്റിയുടെ കാഴ്ചകളും ഈ അമ്പലത്തിന് മുകളിലായിട്ട് പോയാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് 4 നിലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ഓരോരോ നിലകളിലായിട്ട് പോകാം. മുന്നിലായിട്ട് കുറേ പേര് ആരാധിക്കുന്നതിനായിട്ട് ചന്ദനത്തിരികൾ കൊളുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പല സൈസിലും പല രീതിക്കുള്ള ചന്ദനത്തിരികളാണ് കൊളുത്തി വെച്ചിരിക്കുന്നത്. ഡ്രാഗൺ രൂപത്തിലുള്ള ഒരു ഇതിലാണ് കുത്തി വെച്ചിരിക്കുന്നത്. പിന്നെ അതിന് മുന്നിലായിട്ട് ഒരുപാട് തരം പൂക്കൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എല്ലാം റിയൽ പൂക്കളാണ് കേട്ടോ. ഇതെല്ലാം ദൈവത്തിനെ ആരാധിക്കാനായിട്ട് വെച്ചിരിക്കണം. ഇതാ കാണുന്നതാണ് ആരാധനാ മൂർത്തി എന്ന് പറയുന്നത്. അവിടെ മുന്നിലായിട്ട് കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ബുദ്ധിസ്റ്റുകളാണ് കൂടുതലായിട്ട് വരിക. അതുപോലെ തന്നെ മറ്റുള്ള വിഭാഗത്തിൽപ്പെടുന്നവരും വന്ന് പ്രാർത്ഥിച്ച് പോകുന്നുണ്ട്. നമുക്കും അവിടെ വേണമെങ്കിൽ പോയി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ചെറിയൊരു ഡൊണേഷൻ തുക കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ദൈവത്തിനുള്ള ഓഫറിങ്സും അതുപോലെ തന്നെ ഡൊണേഷൻ ബോക്സിലോട്ടുള്ള ആക്സസും കിട്ടും. അവിടെ കൊണ്ടുപോയി പൈസ ഇടാം. അതുപോലെ തന്നെ നിവേദ്യങ്ങൾ സമർപ്പിക്കാം. കൂടുതലായിട്ടും പൂക്കളും പഴങ്ങളും ഇതുപോലെയുള്ള വിളക്കുകളൊക്കെയാണ് അവിടെ വയ്ക്കുന്നത് എല്ലാവരും. അതുപോലെ തന്നെ ചന്ദനത്തിരികളും കത്തിച്ച് വെക്കാറുണ്ട്. ക്ഷേത്രത്തിന് പുറത്തായിട്ട് ഒരു പരവതാനി വിരിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്ത് കയറാതെ തന്നെ കുറേ പേർക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവിടെ മുട്ടുകുത്തി ഇരുന്നിട്ട് കുറേ പേര് പ്രാർത്ഥിക്കുന്നത് കാണാം. ഇതാണ് ഇവിടുത്തെ ശൈലി കേട്ടോ. നമ്മൾ മുട്ടുകുത്തി ഇരുന്ന് തലയ്ക്ക് മീതെ ചന്ദനത്തിരി ഇങ്ങനെ കൊളുത്തി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ അതിനുശേഷം അവർ ആ ചന്ദനത്തിരി എടുത്ത് കൊളുത്തിയ ഒരു വിളക്ക് കണ്ടല്ലോ, ആ ഇതിൽ കൊണ്ടുപോയി കുത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ക്ഷേത്രത്തിനകത്തെ കാഴ്ചകളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് തന്നെ ചൈനീസ് രൂപകൽപ്പന രീതിയിലാണ് ഇവിടെ ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന കൊത്തുപണികൾക്ക് പകരമാണ് ഇവിടുത്തെ ഒരു പ്രത്യേക രീതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അമ്പലത്തിന് ഉള്ളിലായിട്ട് ഉപമൂർത്തികളായിട്ട് കുറേ ദൈവങ്ങളെയും വെച്ചിട്ടുണ്ട്. പ്രധാന മൂർത്തി എന്ന് പറയുന്നത് ഹാൻസു എന്ന് പറയുന്ന ദൈവം തന്നെയാണ്. ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ദൈവത്തിൻ്റെ സൈഡിലായിട്ടും മറ്റ് ചുമരിലും തൂണുകളിലുമായിട്ട് ഈ ദൈവത്തിൻ്റെ ഗോൾഡിൽ കൊത്തിയ
ഫലകങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ ഓഫറിങ്സ് ആണ്. ഇപ്പം നമ്മൾക്കും കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഓഫറിങ്സ് എടുത്തു വയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കോലാലംപൂരിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഒരു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. മുന്നിലായിട്ട് കുറേയധികം വിഷ് ബോക്സുകൾ വെച്ചിട്ടുണ്ട്. ആ വിഷ് ബോക്സുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണേ. അതുപോലെ തന്നെ ഓഫറിങ്സ് ഓരോരുത്തരും ഇങ്ങനെ വെച്ചിരിക്കുന്ന ഓഫറിങ്സ് ആണ്. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ഡൊണേഷൻ സംഭവങ്ങളുമാണ് ഇങ്ങനെ പ്രതിഷ്ഠകളായിട്ട് സൈഡിലായിട്ട് വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് വിഷിംഗ് ബോക്സ്. അതായത് നമ്മൾ മനസ്സിലൊരു കാര്യം ഉദ്ദേശിക്കുക, അതുപോലെ തന്നെ ദൈവം എന്താണോ നമുക്ക് ഇന്ന് കരുതി വെച്ചിരിക്കുന്നത് അത് തിരഞ്ഞെടുക്കുന്ന ഒരു ബോക്സാണ്. ഇതിങ്ങനെ കറക്കി കറക്കി ഇങ്ങനെ കുറേ പേര് എടുത്തതാ കാണുന്നില്ല. ഇതെല്ലാം ഓരോരോ കുറ്റികളിലായിട്ട് നമ്പർ എഴുതിയിട്ടുണ്ട്. ആ കുറ്റി എടുക്കുക, നമുക്കിങ്ങനെ കുലുക്കി കുലുക്കി ഒരു കുറ്റി മനസ്സിൽ വിചാരിച്ച് എടുക്കുക, നല്ല കാര്യങ്ങൾ വിചാരിച്ചെടുക്കുക. അത് അതുപോലെ നടത്തി തരുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം എന്ന് പറയുന്നത്. എന്നിട്ട് ആ നമ്പറിനനുസരിച്ചുള്ള ബോക്സുകളുണ്ടാവും. അതിങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്ത് ആ ബോക്സിൽ കുറേ ഒരേപോലത്തെ ചീട്ടുകൾ ഇട്ടിട്ടുണ്ട്. ആ ചീട്ടിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അത് വായിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനനുസരിച്ചുള്ള ഓഫറിങ്സ് വേണമെങ്കിൽ നമുക്കിവിടെ ഡൊണേഷൻ കൊടുക്കുകയും ചെയ്യാം. ഈ കാണുന്നത് ഒരു ഗംഭീര വാതിലുകളാണ്. 2 വാതിലുകളിലായിട്ട് സ്വർണത്തിൽ പൊതിഞ്ഞ വിഗ്രഹങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊത്തി വെച്ചതാണ് കേട്ടോ. ഡ്രാഗൻ്റെ ഒരു സൈഡും വേറൊരു സൈഡ് മാലാഖയുടെയും ദൈവത്തിൻ്റെയും രൂപങ്ങളാണ് ഈ വാതിലിൽ ഇങ്ങനെ ഗോൾഡിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലിട്ട് തൊടാനോ അങ്ങോട്ട് പോകാനോ നമുക്ക് സാധിക്കില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം സംരക്ഷിച്ചു വരുന്ന ഒരു ശില്പങ്ങളാണ്. പ്രധാന മൂർത്തിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉപമൂർത്തികളായിട്ട് പല നിലകളിലും സൈഡിലുമായിട്ട് ഒരുപാട് ശില്പങ്ങളുണ്ട്, അതുപോലെ തന്നെ വിഗ്രഹങ്ങളുണ്ട്. അവിടെയെല്ലാം പോയി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രധാനമായിട്ടും എല്ലാവരും ഫോട്ടോഷൂട്ടിനായിട്ടാണ് ഈ ഏരിയകളെല്ലാം ഉപയോഗിക്കുന്നത്. ഇത് 2ാമത്തെ നിലയിലാണ്. ഇവിടെ ഒരു ബാൽക്കണി പോലെ ഒരു സ്ഥലമാണ് ഈ കാണുന്നതെല്ലാം. അവിടെ നിന്നും ഫോട്ടോ എടുക്കുന്നുണ്ട് ആൾക്കാർ. സൈഡിലായിട്ട് കുറേയേറെ ബ്രാഞ്ചസ് നമ്മൾ താഴ്ന്ന് കണ്ടല്ലോ, ഇങ്ങനെ ചൈനീസ് രൂപകൽപ്പനയിലുള്ള കുറേ ബ്രാഞ്ചസ് ആയിട്ടുള്ള നിലകളുണ്ട്. അവിടെ നിന്നും ഫോട്ടോ എടുക്കാം. ഇവിടെ ഏത് വശത്ത് നിന്നാലും കോലാലംപൂർ സിറ്റിയിലുള്ള വലിയ വലിയ ബിൽഡിങ്സ്, ഈ കാണുന്ന പോലത്തെയുള്ള അമ്പരചുംബികളായ ബിൽഡിങ്സുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. വൈകുന്നേരങ്ങളിൽ ഇതിലെല്ലാം ലൈറ്റ് ഇട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണെന്ന് ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 1.5 ഏക്കറിലായിട്ട് പരന്ന് കിടക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളെല്ലാം വഹിക്കുന്നത് ഹനായി എന്ന കമ്മ്യൂണിറ്റി തന്നെയാണ്. അതൊരു ചൈനീസ് ഫിഷർമാൻ കുടുംബ പാരമ്പര്യമുള്ള ആൾക്കാരാണ്. അതായത് മുക്കോൻ ഫാമിലീസ് പെട്ടവരാണ് ഇവിടെ വന്നിട്ടുള്ളവർ. അവരുടെ ആരാധനാമൂർത്തിയെ ഇവിടെ വെച്ച് ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. നമ്മൾ മലയാളികൾ ഗൾഫ് രാജ്യങ്ങളെ എങ്ങനെയാണോ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയത് എന്നതുപോലെ തന്നെയാണ് തമിഴ്നാട്ടുകാർ ഇവിടെ വന്നിട്ട് ഇവിടെ മലേഷ്യൻ രാജ്യങ്ങളെ പടുത്തുയർത്തിയതാണ്. ഏറ്റവും കൂടുതൽ തമിഴന്മാരാണ് ഇവിടെ വന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പണ്ട് അവർ പേർഷ്യയിലോട്ട് പോകുന്നു പറയുന്നതൊക്കെ ഈ മലേഷ്യ, സിംഗപ്പൂർ ആ സൈഡൊക്കെയാണ് അവരന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. ഇത്രയും നേരം കോടയായിരുന്നു, ഇപ്പോഴും ആ കോടയുണ്ട്. ആ വലിയ ബിൽഡിങ്സിൻ്റെ ഇടയിലൊക്കെ കോടയുണ്ട്. എന്നാൽ മഴത്തുള്ളികൾ ഇട്ടും തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്നാണ് മഴ വരിക, അതുപോലെ തന്നെ പോവുക. വെയിലാണെങ്കിലും വെയിലിന് നല്ല ചൂടും ഉണ്ടാവും. സൈലൻ്റായ അന്തരീക്ഷവും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുമാണ്. ഇതുപോലെ തന്നെ ഉപമൂർത്തികൾ ഒരുപാട് എണ്ണം ഉണ്ട്. അവിടെയെല്ലാം നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുവാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പോവുക. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. നമ്മൾ ഏതാണ്ട് 1 മണിക്കൂർ ആണ് ഈ അമ്പലത്തിൽ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. താഴെയായിട്ട് സോവറിൻ ഷോപ്പുകളും അതുപോലെ തന്നെ ലഘുഭക്ഷണത്തിനുള്ള ഏരിയകളും ഉണ്ട്. അതുപോലെ തന്നെ പുസ്തകങ്ങളും പിന്നെ നാട്ടിലേക്കൊക്കെ വരുമ്പോൾ വാങ്ങാൻ പറ്റിയ നിറയെ കരകൗശല വസ്തുക്കളെല്ലാം വിൽക്കുന്ന കടകളും ഉണ്ട്. അത്യാവശ്യം റേറ്റ് ഉണ്ട്, എന്നാലും അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്. അതെല്ലാം വാങ്ങിയിട്ട് പോകുന്നവരുണ്ട്. പുറത്ത് വന്നപ്പോൾ അങ്ങാടി കുരുവികളിനെ ഫിഞ്ചസിനെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നു.
നല്ല രസമുള്ള ഫിഞ്ചസ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഇതല്ല, ഇതൊരു ബ്രൗൺ നിറം കലർന്നതാണ്. ഇതിനെല്ലാം വാങ്ങിച്ച് ഇവിടെ തന്നെ പറത്തി വിടുകയാണ് പതിവ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കാഴ്ചകൾ. ഇനി അടുത്ത മലേഷ്യൻ കാഴ്ചകളായിട്ട് കാണാം. സീ ദെൻ, ബൈ ബൈ.